ലക്ഷ്മി പറഞ്ഞത് ബാലഭാസ്കറിന്റെ കുറെ ആക്രി സാധനങ്ങൾ ഇവിടെ ഉണ്ട്, അതൊക്കെ തൂക്കി വിൽക്കണം, അവൻ ചത്തതേ ചത്തു, ഇനി ഞാൻ എന്തിനെ പുറകെ പോകണം എന്ന തരത്തിലാണ് ലക്ഷ്മിയുടെ മറുപടി. നമസ്കാരം. ബാലഭാസ്കറിന്റെ മരണം വീണ്ടും ചർച്ചയാവുകയാണ് അല്ലേ? അതായത് വീണ്ടും ഈ അർജുനെ വീണ്ടും അറസ്റ്റ് ചെയ്തതിനു ശേഷം സ്വർണ്ണക്കടത്തുമായി അവന് ബന്ധമുണ്ടെന്ന് തെളിഞ്ഞതിന് ശേഷം വീണ്ടും ബാലഭാസ്കറിനെ കൊന്നത് തന്നെയാണ് എന്നുള്ള സംശയം ബലപ്പെടുകയാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും ഒരു സംശയം ഉണ്ടാവും, ഈ പറയുന്ന ലക്ഷ്മി ബാലഭാസ്കറിന്റെ ഭാര്യ, അവൾ എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല, ലക്ഷ്മി എന്തുകൊണ്ട് വാ തുറക്കുന്നില്ല, അല്ലെങ്കിൽ ലക്ഷ്മി എവിടെയാണ് എന്നുള്ളതിനെ കുറിച്ച് ഇപ്പോഴും അവളൊരു സഹതാപ തരംഗമുണ്ട്. എല്ലാ കാര്യങ്ങളും ലക്ഷ്മിക്ക് അറിയാമെന്ന് തന്നെയാണ് അവരുടെ ഒറ്റവരല്ല, അല്ലെങ്കിൽ അവരെക്കുറിച്ച് അറിയാവുന്നവരെല്ലാവരും പറയുന്നത്. ലക്ഷ്മിക്ക് എല്ലാ കാര്യങ്ങളും അറിയാം, പക്ഷേ ലക്ഷ്മി വാ തുറക്കുന്നില്ല എന്നുള്ളത്. അത് ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അവൾക്ക് എന്തിന് ഈ പരിഗണന കൊടുക്കുന്നത്? എന്ത് പരിഗണന? സ്വന്തം മകളും 2 വയസ്സുള്ള മകളും തേജസ്വിനി എന്ന് പറയുന്ന മകളും സ്വന്തം ഭർത്താവുമാണ് മരിച്ചത്, എന്നിട്ട് പോലും വാ തുറക്കുന്നില്ല എന്നുള്ളതാണ്. അത് എനിക്കും ഒരു വളരെ ഡൗട്ടായിട്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. അപ്പോൾ നമുക്കെല്ലാവർക്കും തോന്നും, ഇപ്പോൾ എന്താണ് ഈ അതിനുശേഷം ലക്ഷ്മിയെക്കുറിച്ച് ഒരു അറിവുമില്ല, എങ്ങനെയാണ് അവിടെ സിറ്റുവേഷൻ, എന്താണ് അവിടെ മെഡിക്കൽ കണ്ടീഷൻ എന്നതിനെ കുറിച്ചൊന്നും ഒരു അറിവുമില്ല. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഇൻ്റർനെറ്റ് വഴി ഒന്ന് തിരഞ്ഞു. അപ്പോൾ എനിക്ക് 1-2 ആർട്ടിക്കിൾ കിട്ടി ടൈംസ് ഓഫ് ഇന്ത്യയിൽ. അതിന് മുമ്പ് ഞാൻ ഇന്നലെ പിന്നീട് ഒരു ഇൻ്റർവ്യൂവിൽ കണ്ടതായിരുന്നു, ലക്ഷ്മി പറഞ്ഞതായിട്ട് കേട്ട്. അതായത് ബാലഭാസ്കറിൻ്റെ ഒരു ഫ്രണ്ട് ലക്ഷ്മിൻ്റെ അടുത്ത് പോയപ്പോൾ ലക്ഷ്മി പറഞ്ഞു, എന്താണ് ബാലഭാസ്കറിന്റെ കുറെ ആക്രി സാധനങ്ങൾ ഇവിടെ കിടപ്പുണ്ട്, അതിനെടുത്ത് എന്ത് ചെയ്യണം, അതിനെടുത്ത് ഇവിടെ എടുത്ത് ഒതുക്കണം, അതിനെയൊക്കെ കൊണ്ട് പുറത്തെറിയണം, അവനോ ചത്തു, ഇനി അവന്റെ ബാക്കിൽ പോകേണ്ട ആവശ്യം എനിക്കില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറഞ്ഞു എന്ന് ആ ഒരു സുഹൃത്ത് ഒരു ചാനലിൽ വഴി ഒന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ക്ലിപ്പിംഗ് വേണമെങ്കിൽ ഞാൻ ഇവിടെ കൊടുക്കാം. അത് പറയുമ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ലക്ഷ്മിയോട് ഭയങ്കര ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാനും പൂർണ്ണമായിട്ടും ഇത് അങ്ങനെ തന്നെയാണ് കരുതുന്നത്. ലക്ഷ്മിക്ക് ഇതിനെക്കുറിച്ച് അറിയാം. ഒന്നുകിൽ ഈ പറയുന്ന ബാലഭാസ്കറും ലക്ഷ്മിയും ഇതിൽ ഈക്വലി ഇൻവോൾവ്മെൻ്റ് ഉണ്ട്. ലക്ഷ്മി തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ താനും കൂടി കുടുങ്ങും എന്നുള്ള ഒരു പേടി കാണും. അതുമല്ലെങ്കിൽ ഈ പറയുന്ന ഇതെല്ലാത്തിനും സൂത്രധാര ലക്ഷ്മി തന്നെ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ CBI അന്വേഷിച്ചു. CBIയും അതേ ഒരു പല്ലവി തന്നെയാണ് ആവർത്തിച്ചത്. അതായത് ഇതിനകത്ത് ഗൂഢാലോചനകളൊന്നുമില്ല, ഇതിനകത്ത് അതൊരു ആക്സിഡൻ്റ് ആണ്, നോർമലി പറ്റിയ ഒരു ആക്സിഡൻ്റ് ആണ്. ഇതിനകത്ത് സ്വർണ്ണ കച്ചവടമോ സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ സ്വർണം പൊട്ടിക്കലോ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല എന്നുള്ളതാണ് ഈ പറയുന്ന CBIയും ആവർത്തിക്കുന്നത്. വീണ്ടും അത് പുനരന്വേഷണം വേണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ഹർജി വീണ്ടും കോടതിയിൽ നിൽക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ ലക്ഷ്മിയുടെ ഈ പറയുന്ന ഫിസിക്കൽ കണ്ടീഷൻ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, കാരണം അതിനുശേഷം ഫോട്ടോസോ അവളുടെ ഇൻ്റർവ്യൂസോ ഒന്നും നമ്മൾ ഒരിടത്തും കാണുകയില്ല, വെളിയിലേ കാണാനില്ല. അപ്പോൾ 2019 ഈ ടൈംസ് ഓഫ് ഇന്ത്യയിൽ കൊടുത്തൊരു ഇൻ്റർവ്യൂ, അവരുടെ ആർട്ടിക്കിൾ നെറ്റിൽ അവരുടെ സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് അവർ പറയുന്നത് മറ്റൊന്നുമല്ല, ഈ ഇപ്പം താമസിക്കുന്നത് പൂജപ്പുര വിജയമോഹിനി വില്ലിൻ്റെ അടുത്താണ് അവർ താമസിക്കുന്നത്. അവിടെ തന്നെ അവർ ചെന്നപ്പോൾ തന്നെ വളരെ സാഡായിട്ടാണ് അവളെ കാണപ്പെട്ടത്. ഇപ്പോഴും അവർക്ക് തോന്നുന്നു ആ ഒരു ദുരന്തത്തിൽ നിന്നും ഇതുവരെയായിട്ടും കരകയറാൻ ലക്ഷ്മിക്ക് കഴിഞ്ഞിട്ടില്ല എന്നാണ് അവളുടെ ഇരിപ്പ് കണ്ടിട്ട് തോന്നിയത്. അതുപോലെ തന്നെ അവളുടെ ഇടത് കൈ ഏതാണ്ട് 2 ആഴ്ചത്തോളമാണെന്ന് എനിക്ക് തോന്നുന്നു ബോധമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നത് അല്ലേ. അവളുടെ ഇടത് കാലിനും ഫ്രാക്ചർ ഉണ്ട്. ഇടത് കൈയുടെ വിരലൊന്നും മണക്കാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ്. അതുമല്ല അവളുടെ ലക്ഷ്മിയുടെ കഴുത്തിലും ഈ നട്ടലിലും നല്ല രീതിയിലുള്ള പരിക്കുണ്ട് എന്നുള്ളത് അവൾ തന്നെ അതിനകത്ത് പറയുന്നുണ്ട്. എൻ്റെ അമ്മയാണ് എന്ത് ചെയ്തു എന്നെ ആഹാരം തരുന്നതും, അവിടെ വലത് കൈക്കും പൊട്ടലുണ്ട്, വലത് കൈയുടെ വിരലിലും അതിനൊക്കെ പൊട്ടലുണ്ട്. അമ്മയാണ് എന്നെ കുളിപ്പിക്കുന്നതും ആഹാരം തരുന്നതൊക്കെ എൻ്റെ അമ്മയാണ്. ഇതിൽ നിന്നൊക്കെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ എനിക്കിപ്പോൾ അത്യാവശ്യം ഒരു മുറിയിൽ നിന്ന് മറ്റൊരു മുറിയിലേക്ക് പോകാൻ കഴിയുന്നുണ്ട് എന്നായിരുന്നു 2019 ഇൻ്റർവ്യൂവിൽ ടൈംസ് ഓഫ് ഇന്ത്യക്ക് ലക്ഷ്മി കൊടുത്ത വാചകം. അതിനകത്ത് അവൾ പറയുന്നു. അതുപോലെ തന്നെ ലക്ഷ്മിയുടെ മുടി കട്ട് ചെയ്തിട്ടുണ്ട്, നല്ല നീളമുള്ള മുടിയായിരുന്നു, അതിപ്പം കട്ട് ചെയ്ത് ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കട്ട് ചെയ്തു എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഈ ഒരു അപകടത്തെക്കുറിച്ച് ലക്ഷ്മി വിവരിക്കുന്നത് ഇങ്ങനെയാണ്. അതായത് തൃശ്ശൂരിൽ ഏതൊരു ക്ഷേത്രത്തിന് ശേഷം ട്രിവാൻഡ്രത്തേക്ക് വരാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തത് ബാലഭാസ്കർ തന്നെയാണെന്നാണ് ലക്ഷ്മി പറയുന്നത്. അത് അവൻ്റെ തീരുമാനം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു, അന്ന് രാത്രി തന്നെ ട്രിവാൻഡ്രത്തേക്ക് പുറപ്പെടുന്നു. അപ്പോൾ ഡ്രൈവ് ചെയ്തത് ഈ അർജുൻ എന്ന് പറയുന്ന അവൻ തന്നെയാണ്. അർജുൻ മുമ്പ് ഞാനല്ല എന്ന് പറഞ്ഞു, പിന്നെ മാറ്റി പറഞ്ഞു, അങ്ങനെയൊക്കെയുണ്ട്. അപ്പോൾ ഡ്രൈവ് ചെയ്തത് അർജുൻ തന്നെയായിരുന്നു. അതുപോലെ തന്നെ ഈ വണ്ടി ഭയങ്കര സ്പീഡിലായിരുന്നു എന്ന് പറയുന്നുണ്ട്. വണ്ടി ഭയങ്കര സ്പീഡിലായിരുന്നു. ബാലഭാസ്കർ പറഞ്ഞു എനിക്ക് ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് ബാലഭാസ്കർ ബാക്കിൽ സീറ്റിലാണ് ബാലഭാസ്കർ ഇരുന്നത്. അവനെന്തോ ജിമ്മിൽ പോകണമായിരുന്നു, അതുകൊണ്ട് തന്നെ എനിക്ക് കുറച്ചൊന്ന് ക്ഷീണമുണ്ട്, ഉറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് 2-3 ദിവസമായി ജിമ്മിൽ പോയിട്ടെന്നോ
അവിടെ ഞാൻ ഉറങ്ങുന്ന പറഞ്ഞ ബാക്ക് സീറ്റിൽ കിടന്ന് സീറ്റ് ബെൽറ്റ് ഇടാതെയാണ് ബാലഭാസ്കർ ഉറങ്ങിയതെന്നും ഞാൻ ഫ്രണ്ട് സീറ്റിലാണ്, ഞാനും മകളും ഫ്രണ്ട് സീറ്റിലാണ് ഇരുന്നതുമെന്നും ഈ പറയുന്ന ലക്ഷ്മി ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് ഈ ഭയങ്കര സ്പീഡിലായിരുന്നു ഈ സംഭവം. പല എൻ്റെ മോള് തേജസ്വിനി പലപ്പോഴായിട്ട് ഈ വണ്ടി തിരിയുമ്പോഴും വണ്ടി വളയ്ക്കുമ്പോഴൊക്കെ ഞെട്ടി ഉണരാറുണ്ടായിരുന്നു എന്നും അവൾ അതിനകത്ത് പറയുന്നു. അതുപോലെ തന്നെ ഞാൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു, ഞാനിത് ഇങ്ങനെ ഉണർന്നു തന്നെയാണ് ഇരിക്കുന്നത് എന്നാണ് ലക്ഷ്മി പറഞ്ഞത്. അപ്പോൾ ഇതിന് മുമ്പേ ഞാനൊരു സംഭവത്തിൽ കേട്ട് ലക്ഷ്മിയാണ് പറഞ്ഞത് ഞാൻ ഉറങ്ങിപ്പോയി, ഞാനൊന്നും അറിഞ്ഞില്ല, ഞാൻ അവിടെ നിന്ന് ഇറങ്ങി പിന്നീട് എൻ്റെ ഓർമ്മ തെളിഞ്ഞത് ഞാൻ ഹോസ്പിറ്റലിൽ വെച്ചാണ്, അല്ലാതെ അവിടെ നടന്ന സംഭവങ്ങളൊന്നും എനിക്ക് ഓർമ്മയില്ല എന്ന് എവിടെയോ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും വൈരുദ്ധ്യമുണ്ട്, ഇതിൽ കൊടുത്തതും അതിൽ കൊടുത്തതും. ആരാണ് പറയുന്നത് ശരി എന്നൊന്നും അറിയത്തില്ല. അങ്ങനെ തന്നെ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പോലെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പിന്നീട് എന്താണ് ഈ പറഞ്ഞതുപോലെ ഞെട്ടി ഉണരും. ഞാനിങ്ങനെ ഉറക്കമായിരുന്നില്ല, ഞാനിങ്ങനെ ഒരു പകുതി പിന്നെ ഉറക്കത്തിലായിരുന്നു എങ്കിലും എനിക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ഓർമ്മയുണ്ട്. ഇത് വന്ന അവസാനം ഒരു മരത്തിൽ ഇടിച്ചു വന്നു. അത് പൂർണ്ണമായിട്ടും ഈ പറഞ്ഞ ഡ്രൈവറുടെ അർജുനൻ്റെ അനാസ്ഥ മൂലം തന്നെയാണ് ഇതിനകത്ത് ഈ ഒരു അപകടം സംഭവിക്കാൻ കാരണമെന്നും അർജുൻ ഈ പറയുന്ന ബാലഭാസ്കർ മരിക്കാൻ കാരണം അവൻ അവിടെ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടില്ല എന്നുള്ളതും. ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ എൻ്റെ കഴുത്തിൽ സീറ്റ് ബെൽറ്റ് ഞാൻ നേരെ വന്ന് എൻ്റെ ബോണറ്റില്ല നേരെ വന്ന് ആ ഫ്രണ്ടിൽ വന്നിട്ട് എന്ത് ചെയ്തു, എൻ്റെ തല ഇടിച്ചു എന്നും അതിൻ്റെ ഫലമായിട്ട് എനിക്ക് കഴുത്തിൽ ഇഞ്ചുറി നേരിട്ടു എന്നൊക്കെ ഈ പറയുന്ന ലക്ഷ്മി പറയുന്നുണ്ട്. ബാലഭാസ്കർ പിന്നെ സീറ്റ് ബെൽറ്റ് ഇടാത്തത് കൊണ്ട് തന്നെ ബാലഭാസ്കറിന് എന്ത് പറ്റി, മരണപ്പെട്ടു എന്നാണ് ലക്ഷ്മി പറയുന്നത്. പിന്നെ അതിൻ്റെ ഇടയിൽ വരുന്ന കോൺട്രവേഴ്സിയും കാര്യങ്ങളൊക്കെ വന്നിട്ട് എന്ത് കോൺട്രവേഴ്സിയാണ് പറയുന്നത്, ഞാൻ മനഃപൂർവ്വം കൊണ്ട് ഈ പറയുന്ന ഒരു ആക്സിഡൻറ്റ് സ്വമേധയാ ഉണ്ടാക്കി പണം തട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കുമോ, അങ്ങനെയുള്ള പിന്നെ കഥകളെയൊക്കെ അവൾ നിഷേധിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ലക്ഷ്മിയുടെ പറയുന്ന അന്നത്തെ ഇൻ്റർവ്യൂ. 2019 അപ്പം ഇപ്പോൾ ആണെങ്കിൽ എനിക്കൊന്നും ഏതാണ്ട് 3-4 കൊല്ലമായല്ലോ. അതുകൊണ്ട് തന്നെ ഇപ്പം റിക്കവറി ആയി കാണുമെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ ഞാൻ ഇന്നലെ ഈ ലക്ഷ്മിയുടെ പിന്നീട് ഭർത്താവ് ബാലഭാസ്കറെ കുറിച്ച് അവൾ പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ്, കാരണം എന്താണ്, അവൻ്റെ കുറേ ആക്രി സാധനങ്ങൾ ഇവിടെ കിടക്കുന്നു, അവൻ ചത്തു, ഇനി എനിക്കതിൻ്റെ ബേക്കിലേക്ക് പോകാൻ വയ്യ എന്ന് പറഞ്ഞ സ്റ്റേറ്റ്മെൻ്റ് എല്ലാം കൂടി കേൾക്കുമ്പോൾ ഈ സൗന്ദര്യത്തിൻ്റെ പുറകിൽ കണ്ടു കഴിഞ്ഞാൽ വളരെ സുന്ദരിയും കുലീനമുള്ളവളും വളരെ സൗമ്യമായും വളരെ ദയയുള്ളവെന്ന് എന്നൊക്കെ തോന്നും. പക്ഷേ അതിൻ്റെ പിന്നിൽ വലിയൊരു മൃഗം ഒളിച്ചിരിപ്പുണ്ടോ എന്നൊരു സംശയം നമുക്ക് വീണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, തെവിട്ടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇവൾക്ക് ഇനി ഈ പറഞ്ഞ പോലെ ലക്ഷ്മിക്ക് ഈ പറഞ്ഞതുപോലെ ഒരു സഹാനുഭൂതിയോ അല്ലെങ്കിൽ ഒരു ദയയോ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി ഇത് പ്രോപ്പറായിട്ട് അന്വേഷിച്ചുകൊണ്ട് തന്നെ ലക്ഷ്മിയെക്കുറിച്ച് നല്ല രീതിയിൽ കുടഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുപോലെ തന്നെ അർജുനെ ഇപ്പോൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അർജുനെയും നല്ല രീതിയിൽ വേണ്ട രീതിയിൽ എന്ത് ചെയ്തും പിന്നെ ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാലും ഇതിൻ്റെ പിന്നെ സത്യാവസ്ഥ പുറത്തു വരുമെന്ന് ഞാൻ കരുതി. ഇതിലൊരു കുറേ സിമിലാരിറ്റീസ് ഉണ്ട്. ഈ പറയുന്ന നമ്മുടെ പ്രവീൺ ബാബുവിൻ്റെ മരണവും ഈ മരണവും തമ്മിൽ കുറച്ച് സിമിലാരിറ്റീസ് ഞാൻ കാണുന്നത്. കാരണം പ്രവീൺ ബാബുവിൻ്റെ മരണമായിക്കോട്ടെ ബാലഭാസ്കറിൻ്റെ മരണമായിക്കോട്ടെ, രണ്ടുമിലും ഇതൊരു കൊലപാതകമാണ് എന്ന് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് ഒരുപാട് തെളിവുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പ്രാഥമിക തെളിവുകളും ദൃക്സാക്ഷികൾ വരെ ഈ പറയുന്ന ബാലഭാസ്കറിൻ്റെ മരണത്തിൽ ഉണ്ടായിട്ടുണ്ട്. പ്രവീൺ ബാബുവിൻ്റെ മരണമായാലും ശരി തന്നെയാണ് അതൊരു കൊലപാതകത്തിലേക്കാണ് ഏറ്റവും കൂടുതൽ നയിക്കുന്നത്. അതുപോലെ അതിനൊരു ആത്മഹത്യയാണെന്ന് പറയാൻ വേണ്ടിയിട്ടൊക്കെ തെളിവുകൾ വളരെ കുറവുമാണ്. ഇവിടെയും ദൃക്സാക്ഷിയായ കലാഭവൻ സോജി എന്ന് പറയുന്ന ഒരാൾ ദൃക്സാക്ഷിയുണ്ട്. പുള്ളി കൃത്യമായിട്ട് ഇന്നടത്ത് വെച്ച് കണ്ട് ബാലഭാസ്കറിനെ വഴിയിൽ വെച്ച് ഒരു മർദ്ദിച്ചു, പിന്നെ മൃദുപ്രായനാക്കി എന്ന് പറയുന്നതൊക്കെ ഉണ്ട്. അതൊക്കെ അതിൻ്റെ ഒരു ഡ്രൈവർ പറയുന്നുണ്ട്, ഒരു KSRTC ഡ്രൈവർ പറയുന്നുണ്ട്, അവിടെ നിൽക്കുന്ന 2 വണ്ടികൾ ചേസ് ചെയ്ത് പോകുന്നത് കണ്ടെന്നാൽ ഒരു വണ്ടി മരത്തിൽ ഇടിച്ചു വന്നും നമ്മൾ പോയി അവരെ രക്ഷപ്പെടുത്തി എന്ന് പറഞ്ഞു. അല്ല 2 സഹോദരങ്ങൾ ഈ പറയുന്ന പിന്നെ അവിടെ വന്നിട്ടുണ്ട്. അവരൊക്കെ പറയുന്ന കുറേ മൊഴികൾ ഉണ്ടായിട്ട് പോലും ഇത് ഒരു സ്വാഭാവിക മരണമാണെന്നും അവൻ്റെ അനാസ്ഥ മൂലം അവൻ ഉറങ്ങിപ്പോയത് കൊണ്ടാണ് സംഭവിച്ചുവെന്നാണ് CBI അടക്കമുള്ളവർ പറയുന്നത്. അപ്പോൾ അതിൽ വലിയൊരു ദുരൂഹതയുണ്ട്. ഇതിലും അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നവീൻ ബാബുവിൻ്റെ മരണത്തിലും ഇത് തന്നെയാണ്. നമ്മുടെ പ്രാഥമിക ദൃഷ്ടിയിൽ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന പിന്നെ തെളിവുകൾ അനുസരിച്ച് അല്ലെങ്കിൽ വാർത്തകൾ അനുസരിച്ച് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും അതൊരു കൊലപാതകം തന്നെയാണ്. അതായത് ഒരു ആത്മഹത്യയേക്കാൾ ഉപരി ഒരു കൊലപാതകമാകാനുള്ള ചാൻസാണ് ഏറ്റവും കൂടുതലാണെന്ന് നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്നുണ്ട്. പക്ഷേ ഈ പറയുന്ന പോലീസ് എല്ലാവരും പറയുന്നത് അതൊരു ആത്മഹത്യ ആണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ചുരുളഴിക്കണമെങ്കിൽ നല്ല രീതിയിൽ പുനരന്വേഷണം വേണം. വേറൊരു CBI തന്നെ വന്ന് നല്ല രീതിയിൽ അവരെ കൊടഞ്ഞിട്ട് പിന്നീട് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ സത്യാവസ്ഥ
പുറത്തു വരുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ഇവിടെയും ഇതിലും എന്തൊക്കെ തിരിമറികൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ കൃത്യമാണ്. കാരണം അവൻ്റെ ഡ്രൈവർ ആയിക്കോട്ടെ, അവൻ്റെ ഫ്രണ്ട്സ് ആയിക്കോട്ടെ, എല്ലാവരും ഈ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധമുള്ളവർ തന്നെ. അതുകൊണ്ട് തന്നെ ഇതിനകത്ത് ഒരു സ്വർണം പൊട്ടിക്കലുമായിട്ട് ഉള്ള ബന്ധം ഉണ്ട്. പിന്നെ ബാലഭാസ്കറിൻ്റെ സ്വർണ്ണമുണ്ട്, അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് വന്ന കൂട്ടുകാർ തന്നെ ആയിരിക്കാം അവനെ കൊന്നത്. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ചേസിൻ്റെ ഫലമായിട്ട്, അവരെ ചേസ് ചെയ്തതിൻ്റെ ഫലമായിട്ട് വന്ന് ഇടിച്ച് കയറിയതായിരിക്കാം. ഈ മരത്തിൽ അറിഞ്ഞുകൊണ്ട് ഇടിച്ചു എന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. ഇത് ആക്സിഡന്റ് പറ്റിയത് തന്നെ. പക്ഷേ അതിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ അവരെ ചേസ് ചെയ്തുകൊണ്ട് വരികയോ അല്ലെങ്കിൽ മരണവെപ്രാളത്തിലോ പെട്ട് സംഭവിച്ച പല കാര്യങ്ങളുമുണ്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സത്യാവസ്ഥ തെളിയണം. അത് ബാലഭാസ്കറും ഇതിൽ അംഗമാണെങ്കിൽ, അവനും ഇതിൽ ഇൻവോൾവ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലക്ഷ്മിയും ഇതിനകത്ത് ഇൻവോൾവ് ഉണ്ടെങ്കിൽ എല്ലാം നമ്മുടെ മുന്നിൽ വരിക തന്നെ വേണം. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ രേഖപ്പെടുത്തും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.